ആ അതൊക്കെ പോട്ടെ, ഇത്രയും സാരിയൊക്കെ എന്തിനാ നീ വാങ്ങിച്ചേ? അത് അച്ഛാ, നമ്മുടെ സുജാതേച്ചിയുടെ ചേച്ചിയില്ലേ ലേഖ, അച്ഛനറിയാം ഭർത്താവ് മരിച്ചുപോയ ലേഖ ചേച്ചി. ആ ചേച്ചി ഇപ്പോ ഇതുപോലെ സാരികളൊക്കെ എടുത്ത് പരിചയക്കാർക്കൊക്കെ കച്ചവടം ചെയ്താ ജീവിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ ഇത്രയും സാരിയൊക്കെ എടുത്തത്. ആദ്യമായിട്ട് ഇത്രയും സെലക്ഷൻ വന്നത്. പൈസ പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കൊള്ളാം. ഇങ്ങനെ കടം പറഞ്ഞ് സാരി വാങ്ങിച്ചാണോ ഒരാളെ സഹായിക്കുന്നത്? ശരി ശരി, ഇതെടുത്ത് വെച്ച് ആഹാരം വിളമ്പ്, നല്ല വിശപ്പ്. ശരി അച്ഛാ. അമ്മോ അനിയൻകുട്ടാ, നീയപ്പോ അദ്ദേഹത്തെ ആദ്യമായിട്ടെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. വല്യുഞ്ഞ കെട്ടിയ താലിയും ഈ സാരിയൊക്കെ ഒളിപ്പിച്ചു വെക്കാനാണല്ലോ ചേച്ചിയുടെ യോഗം. എല്ലാം മാറൂടാ. നീ പോയി കൈ മുഖമൊക്കെ കഴുകിയിട്ട് വാ. ചേച്ചി സാരിയൊക്കെ എടുത്തു വെച്ചിട്ട് അത്താഴം വിളമ്പാം. ചെല്ല. ഗംഗേ, എന്തു പറ്റി നിനക്ക്? അവളില്ലേ അടുക്കളക്കാരി, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതിനുള്ള മാർഗം എനിക്ക് അറിയേണ്ടത്. അതേ ഗംഗെ, ആ നശിച്ചവൾ ഇല്ലാതാവണം. അവള് കാരണമാണ് ഇന്ന് ആനന്ദേട്ടന്റെ കയ്യിൽ നിന്ന് ഗംഗയ്ക്ക് അടി കിട്ടിയത്. ഇന്നും അവളല്ലേ ആനന്ദേട്ടൻ ആന്റി അടിക്കാൻ കാരണക്കാരി. ഷോ, എന്തൊരു അടിയായിരുന്നു. ആന്റി നോക്കി പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ആന്റി ആനന്ദേട്ടൻ അടിക്കരുതായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഇളയമല്ലേ. അത് കണ്ടപ്പോ മുതല് ഈ നെഞ്ചിനകത്ത് ഒരു പാറക്കല്ല് കെട്ടി വെച്ചേക്കുന്ന പോലെയാ. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ ആന്റി. അവളെ വെറുതെ വിടരുത്, കൊല്ലണം അവളെ. നാളെ മൂകാംബികയിൽ നിന്ന് അഖിലാന്റി വരുമല്ലോ. അവൾ ആന്റിയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് തോക്കുമായിട്ട് വന്നതും എന്നെ അടിച്ചതും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതോടെ അവളുടെ കാര്യത്തിൽ ഒരു തീർപ്പാകും. അത് ശരി ഗംഗ. ഒന്നാമത് ഈ കല്യാണം മുടങ്ങി നിൽക്കുന്നത് കൊണ്ട് അഖിലാന്റിക്ക് നിന്നോട് അല്പം ഇഷ്ടക്കൂടുതലാ. നിന്റെ ദേഹത്ത് കല്യാണി കൈവച്ചു എന്നറിഞ്ഞാ പിന്നെ അതോടെ അഖിലാന്റി അവളുടെ കഥ തീർക്കും. മതി അവളുടെ ഒരു ബുദ്ധിയോ ഉപദേശവും. മതിയാ? ഗംഗേ, ഈ കാര്യത്തിൽ ഒരു എടുത്തുചാട്ടം പാടില്ല. സമാധാനിക്ക്. സമാധാനപ്പെടാനോ? ആന്റിക്ക് ഇത് എന്തു പറ്റി? ആ അടുക്കളക്കാരിയോട് പ്രതികാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമായത്. അല്ലെങ്കിൽ ഇനി മുതൽ മറ്റുള്ള സ്റ്റാഫുകളുടെയൊക്കെ മുന്നിൽ എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരും. ചിലപ്പോ നാളെ അവരും കൈയൊങ്ങിയെന്ന് വരും. ഗംഗേ, നിന്റെ മാനസികാവസ്ഥയും കോപവും ഒന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ പ്രതികരിക്കാനുള്ള സമയം ഇതല്ല. ഇപ്പൊ നീ ഈ വിഷയം അഖിലയുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ അത് ബൂമറാങ് പോലെ നിനക്ക് തന്നെ തിരിച്ചടിയാവും. എന്തൊക്കെയാ ആന്റി പറയുന്നേ? എനിക്കെങ്ങനെ ആപത്താകും? അവളെയല്ലേ ആന്റി പുറത്താക്കൂ? ഗംഗേ, നീ ഇപ്പൊ കല്യാണി നിന്നെ അടിച്ചെന്ന് അഖിലേച്ചിയോട് ചെന്ന് പറഞ്ഞ അഖില ഉടനെ അവളെ അടിച്ചു പുറത്താക്കുമെന്നാണോ നീ വിചാരിക്കുന്നേ? ആദ്യം അഖില ഇവിടെ നടന്ന കാര്യങ്ങളെ പറ്റി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കും. അപ്പോ
നീ അഖിലയെ പോലെ നടന്നതും സുജാതയെ അടിച്ചതും കല്യാണിയുടെ മുഖത്ത് ചായ ഒഴിച്ചു കൊടുത്തതും എല്ലാം വെളിയിൽ വരും. ഹ, അത് മാത്രമാണെങ്കിൽ സഹിക്കാം. കല്യാണി നിന്നെ അടിച്ചിട്ട് പോയപ്പോ നീ പിന്നാലെ ഔട്ട് ഹൗസിലേക്ക് പോയി ഗ്യാസ് ഊറ്റി തുറന്നു വിട്ട് കൊല്ലാൻ നോക്കിയത് കൂടി അറിഞ്ഞു കഴിഞ്ഞാ കഥ മാറിയില്ലേ? പിന്നെ ഇപ്പൊ കൽപ്പിച്ചു തന്ന ഈ മൂത്ത മരുമകൾ പട്ടവും ചിലപ്പോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് വരും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇപ്പൊ സമാധാനപ്പെടാൻ. ആന്റി, ഗംഗ പറയുന്നില്ലാന്ന് വെക്ക്. ഇനി മറ്റാരെങ്കിലും പറഞ്ഞ് അഖിലാന്റി അറിഞ്ഞാ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുള്ളൂ. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. അഖില ഇല്ലാത്ത 2 ദിവസം ഇവിടെ നടന്നതൊന്നും അഖില അറിയരുതെന്ന് ഞാൻ എല്ലാ സ്റ്റാഫുകളെയും വിളിച്ച് വിരട്ടിയിട്ടുണ്ട്. എന്നെ ഭയന്ന് ഒരു സ്റ്റാഫുകളും അഖിലയോടൊന്നും പറയില്ല. ധൈര്യമായിട്ടിരിക്കെ. ശരി ആന്റി, ഞാനായിട്ടൊന്നും അഖിലാന്റിയോട് പറയുന്നില്ല. എന്ന് വെച്ച് ആ അടുക്കളക്കാരിയെ നമ്മൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവളെ കൊടുക്കും. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത ഒരു കുരുക്കിട്ട് പിടിക്കും. ഊരാ കൊടുക്ക്. ഇരുത്തം കണ്ട അഖിലാണ്ടേശ്വരിയുടെ ഡിറ്റോ പോലെ ഉണ്ട്. ഇന്ന് ആരുടെ കയ്യിൽ നിന്ന് അടിവാഞ്ചി കെട്ടാനോ എന്തോ. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അയ്യോ ആന്റി, ഒന്നുമില്ല. ഞാൻ ആന്റിയോട് ഈ ഡ്രസ്സൊക്കെ കൊള്ളാമെന്ന് ചോദിക്കാൻ തുടങ്ങായിരുന്നു. ഡ്രസ്സൊക്കെ കൊള്ളാം, പക്ഷേ നീ ഇടുമ്പോഴുള്ള വൃത്തികേടേ ഉള്ളൂ. ആന്റി, നീ അതൊന്നും അല്ല ചിന്തിച്ചത്, മറ്റെന്തോ ചിന്തിച്ച് നിൽക്കുമായിരുന്നു. പറയടി, നീ എന്താ ചിന്തിച്ചത്? പറയടി, നീ എന്താ ചിന്തിച്ച? ആന്റി, എന്താ ആന്റി ഇത്? ഇവളെന്തിനെങ്ങനെ വെറുതെ വഴക്ക് പറയുന്നത്? അതെ, ഇന്ന് ഇവളെ കണ്ടപ്പോ എന്തോ ഒരു ലക്ഷണപ്പെശകുണ്ട്. ആന്റി, അത് മറ്റൊന്നുമല്ല, ഭയന്നിട്ടായിരിക്കും. ജയന്തി, നീ ആരെ ഭയക്കുന്നേ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ആനന്ദിന്റെ അടുക്കളക്കാരിയുടെ ഒക്കെ വിരട്ടല് കേട്ട് ഭയന്ന് കാണൂ ഇവള്. ഗംഗേ, നീ ഇതൊന്ന് നോക്കി. കൊള്ളാല്ലേ? കണ്ടോ എന്ത് രസായിരിക്കുന്നു അല്ലേ? അതന്നെ. എന്ത് കാശാണോ? നീ കണ്ടിട്ടുണ്ടോ? ആന്റി, ദേ അങ്ങോട്ട് നോക്കിയേ. കല്യാണി ഇന്ന് സാരി അണിഞ്ഞ് വരണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ. ജയന്തി, ആന്റി, പോയി അവളെ വിളിച്ചോണ്ട് വാ. അയ്യോ,
ഞാൻ പോയി വിളിക്കണോ? വേണ്ട ആന്റി. പോയി വിളിച്ചോണ്ട് വാടി. ആ, ചെല്ല ജയന്തി, നീ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടില്ലേ. ആ, പോയി വിളിച്ചോണ്ട് വാ അവളെ. ആ. കല്യാണി. അയ്യോ, വിലാസിനെ ആന്റി വിളിക്കുന്നു. അയ്യോ. എവിടെ അവള്? ഇപ്പൊ വരും. മാഡം, എന്താടി, ഇന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നിനക്ക്? ഓ, മനസ്സിലായില്ല അല്ലേ? എടി, പെണ്ണ് കാണൽ ചടങ്ങുണ്ടായിരുന്നോന്ന്. അല്ല, സാധാരണ പെണ്ണ് കാണൽ ദിവസമാണല്ലോ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി നീ എഴുന്നള്ളുന്നത്. ഈ ഓണവും ക്രിസ്മസും വിഷു ഒക്കെ വരും പോലെ നിനക്കും ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് പെണ്ണ് കാണലും നിശ്ചയവും കല്യാണവും ഒക്കെ വരാറുണ്ടല്ലോ. മുഹൂർത്ത സമയമാവുമ്പോ ചെക്കൻ വരാതിരിക്കുകയോ ഒളിച്ചോടുകയോ ആക്സിഡന്റ് ആവുകയോ എങ്ങനെയായാലും കല്യാണം മുടങ്ങും. അതെന്തായാലും ഒച്ചട്ട. അത് കഴിഞ്ഞാ പിന്നെ തന്തയുടെ മോളുടെ ഒരു പാത്തോ സീനും. അടുത്ത ദിവസം മുതല് ഒന്നും സംഭവിക്കാത്ത മട്ടില് നീ ജോലിക്കും വരും. ഇതാണല്ലോ ഇവിടെ കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ചോദിച്ചത്, ഇന്നും വല്ല പെണ്ണ് കാണൽ ചടങ്ങും ഉണ്ടായിരുന്നോന്ന്. ഇല്ല, സാരി ഉടുക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ ഇന്ന് സാരി ഉടുത്തത്. ഓ, തമ്പുരാട്ടിക്ക് ആഗ്രഹം തോന്നിയിട്ട് ഉടുത്തതാ അല്ലേ? കുറ്റം പറയാനൊന്നും പറ്റില്ല. അതെ, ഇതിനകത്ത് ഡ്യൂട്ടി സമയത്ത് ഇത്ര കളർഫുൾ ഒന്നും വേണ്ട. പറഞ്ഞത് കേട്ടില്ലേ? സാരി ഉടുക്കണമെന്ന് അത്ര ആഗ്രഹം തോന്നിയാ സ്റ്റെല്ലയും സുജാതയൊക്കെ ഉടുക്കുന്ന പോലെ യൂണിഫോം സാരി വാങ്ങി ഉടുത്തോണം. ജയന്തി, ആന്റി. ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുക്കാറുള്ള യൂണിഫോം സാരിയില്ലേ, ആ, അതൊരെണ്ണം എടുത്തോണ്ട് വാ. ശരി ആന്റി, ശരിയാക്കി തരാം. അവള് പളവളപ്പൻ സാരി ഉടുത്തോണ്ട് വന്നിരിക്കുക അടുക്കള ജോലിക്ക്. ഇത് ആന്റി. ദാ, പോയി ഉടുത്തോണ്ട് വാ. എന്നും ഉടുത്തില്ലെങ്കിലും നാളെ ഇതിലൊന്നും ഉടുത്ത് വേണം എന്റെ കെട്ടിയോള് വരാൻ. എന്റെ കെട്ടിയവന്റെ ആഗ്രഹം പോലെ ഇതിലൊരു സാരി ഉടുത്തോണ്ട് നാളെ ഞാൻ ജോലിക്ക് വരാം, പോരെ? നിനക്കെന്താടി, കാത് കേൾക്കില്ലേ? വേണമെങ്കിൽ പോയി ഉടുത്തോണ്ട് വാ. ചെല്ലടി, പോയി ഇത് ഉടുത്തോണ്ട് വാ. ചെല്ല്, പോയി ഇത് ഉടുത്തോണ്ട് വാ. പറഞ്ഞ കേക്കാൻ വയ്യടി. പിടിക്ക്.
എടി ഇത് വാങ്ങിക്കാൻ വാങ്ങിക്ക്. എന്തോടി പറഞ്ഞു കേൾക്കാൻ വയ്യ നിനക്ക്? ഏ? പിടിക്കടി, നിന്നെ കൊണ്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യം. പിടിക്കേ എടി, വാങ്ങിക്കേ. വിലാസിനി, എന്താ ഇവിടെ? കല്യാണി, എന്ത് ചെയ്യ നീ? എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല ചേച്ചി. എന്നും ഹാഫ് സാരിയിൽ വരുന്ന കല്യാണി ഇന്നെന്താ സാരിയിൽ വരുന്നെന്ന് ചോദിച്ചു. കല്യാണി, ഇവിടെ വാ. നിനക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നു. ഇതാര് സെലക്ട് ചെയ്തതാ? സൂപ്പർ സെലക്ഷൻ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ വല്യുഞ്ഞിന്റെ സെലക്ഷനാ. ചേച്ചി, ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം യൂണിഫോമിൽ വരുമ്പോ ഇവൾക്ക് മാത്രം എന്താ യൂണിഫോം ധരിച്ചാല്? ഇവളോട് യൂണിഫോം ധരിക്കാൻ പറ ചേച്ചി. ഇല്ല, പറയില്ല. കാരണം കല്യാണിക്ക് അതിന്റെ കാര്യമില്ല. മറ്റുള്ള ജോലിക്കാരികളെ പോലല്ല കല്യാണി. അതുകൊണ്ട് തന്നെ കല്യാണിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം. കല്യാണി മാഡം, ഇനി മുതൽ നീ ഹാഫ് സാരി ഒന്നും ഉടുക്കണ്ട, സാരി മതി. സാരിയാ നിനക്ക് നല്ല ചേർച്ച. ആന്റി, രാവിലെ മുതൽ ആന്റി വരുന്നത് നോക്കി ഇരിക്കായിരുന്നു. സത്യം പറയാലോ, ആന്റി ഇല്ലാത്ത 2 ദിവസം 2 യുഗങ്ങളായിരുന്നു. കല്യാണി മാഡം, മൂകാംബികയിൽ ഞാൻ പ്രധാനമായും പ്രാർത്ഥിച്ചത് നിനക്ക് എത്രയും വേഗം മനസ്സിനിണങ്ങി ഒരു ബന്ധം കിട്ടണമെന്ന്. മൂകാംബിക ദേവി അത് തീർച്ചയായും നടത്തിത്തരും. ആ കല്യാണി, മാഡം, കുടജാദ്രിയിൽ വെച്ച് ഒരു സ്വാമിയെ കണ്ടു. വെറും സ്വാമിയല്ല, ബാല്യത്തിലെ സന്യാസ ദീക്ഷ സ്വീകരിച്ച് ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിച്ച് ശിവപൂജ ചെയ്തു വരുന്ന ഒരു യോഗീശ്വരൻ. അദ്ദേഹം ഇതുവഴി വന്ന് അനുഗ്രഹം തന്നിട്ട് പോകാമെന്ന് ഏറ്റിട്ടുണ്ട്. വൈകാതെ എത്തും കല്യാണി. സ്വാമിജിക്ക് നീ വേണം പാദപൂജ ചെയ്യാൻ. ആ ശരി മാഡം. ചേച്ചി, തൃച്ചംബരത്തെ മൂത്ത മരുമകൾ ഉള്ളപ്പോ കല്യാണിയെ കൊണ്ട് എന്തിനാ ചേച്ചി പാദപൂജ ചെയ്യിക്കുന്നേ? പൂജാ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗംഗയ്ക്കറിയില്ല. അത് കല്യാണിക്ക് അവശം. മാത്രമല്ല സ്വാമിജി ഒരു ക്ഷിപ്ര കോപിയും കൂടിയാ. ചിലപ്പോ ഗംഗയ്ക്കുണ്ടാവുന്ന ചെറിയ പിഴവ് മതി അനുഗ്രഹം ശാപമായി മാറാം. അയ്യോ, പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ കല്യാണി. സ്വാമിജി എത്താൻ ഇനി അധിക സമയമില്ല. ഓക്കെ? ആ ശരി മാഡം.